ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വാർത്തയിലേക്ക്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. ദുരന്തം നടന്നിട്ട് 1 വർഷമായെന്നും ഇനി എപ്പോൾ തീരുമാനമെടുക്കുമെന്നും കോടതി ചോദിച്ചു. കേസ് അടുത്ത ബുധനാഴ്ച പരിഗണിക്കും. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇത് നേരത്തെയും കോടതി ഇടപെട്ട വിഷയമാണ്. അതിൽ വേഗം തീരുമാനം കൈക്കൊള്ളണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് കോടതി ഇങ്ങനെ, കേന്ദ്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വൈകൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാതെ എന്നാണ്? കൂടുതൽ വിശദീകരണം എന്തെങ്കിലും ഉണ്ടോ? അനുജ, ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ ഒരു കേസെടുക്കുകയും അതിന്റെ വാദപ്രതിവാദങ്ങളൊക്കെ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് ഈ ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, എഴുതിത്തള്ളാൻ തയ്യാറാണോ എന്നൊക്കെ കഴിഞ്ഞ ഘട്ടത്തിൽ ഈ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞത്. പക്ഷേ കേന്ദ്ര സർക്കാർ ആദ്യം നൽകിയ മറുപടി ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ചില ഭേദഗതികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വായ്പ എഴുതിത്തള്ളാനുള്ള അധികാരം നിലവിൽ ഇല്ല എന്ന തരത്തിലുള്ള മറുപടി നൽകിയിരുന്നു. അതിൽ അതിരൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് കേന്ദ്ര സർക്കാരിന് ഏൽക്കേണ്ടി വന്നു. പിന്നാലെയാണ് ഒരു പുനരാലോചനയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നത്. പക്ഷേ ഇപ്പോഴും ഒരു കൃത്യമായ മറുപടി നൽകാൻ ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിനായിട്ടില്ല. ഇന്നും പറഞ്ഞത് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ്. ആ ഘട്ടത്തിലാണ് കോടതി ഓർമ്മിപ്പിച്ചത്, ദുരന്തം നടന്ന 1 വർഷം പിന്നിടുന്നു, ഇപ്പോൾ തീരുമാനമെടുത്തില്ലെങ്കിൽ പിന്നെ ഇനി എപ്പോൾ എടുക്കാനാണ് എന്നൊരു ചോദ്യം വന്നത്. നേരത്തെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കേരള ബാങ്ക് അടക്കമുള്ള ബാങ്കുകൾ ഈ വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതള്ളാൻ തീരുമാനിച്ചിരുന്നു. അതൊരു മാതൃകയായി സ്വീകരിച്ചുകൂടെ എന്നടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ഇന്ന് ചോദിച്ചു. അടുത്ത ബുധനാഴ്ച ഹർജി പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ഇതിപ്പോൾ എഴുതി തള്ളാൻ പറ്റുമോ അല്ലെങ്കിൽ ഇല്ലയോ, ഈ 2 കാര്യത്തിൽ ഏതെങ്കിലും ഒരു തീരുമാനം അറിയിക്കണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അതറിഞ്ഞ ശേഷം വേണം തുടർ നടപടികൾ സംസ്ഥാന സർക്കാരിനും സ്വീകരിക്കാനുള്ളത്. അടുത്ത ബുധനാഴ്ച നമുക്കറിയാൻ കഴിയുമെന്ന് കരുതുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്രം എന്ത് തീരുമാനമെടുക്കും എന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.